അങ്ങനെ ലഗേജുകൾ വന്നിരിക്കുകയാണ്. ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലിയുടെ പെട്ടികൾ വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ദിവസം നിൽക്കാൻ പോകുന്നു കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാർ. എന്താണ് അപ്ഡേറ്റുകൾ ലൈവിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മെനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാർ ഇത്തവണ വരിക മാത്രമല്ല, ഒരു ദിവസം അവിടെ ബിഗ് ബോസ് വീട്ടിൽ അവരോടൊപ്പം താമസിച്ച് ഒരു ഡേയും നൈറ്റും ഉണ്ടായിരിക്കും. അതിനുശേഷം പിറ്റേ ദിവസമാണ് അവരവിടെ നിന്ന് പോകുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല, അതൊന്നും വരാനൊന്നും പോകുന്നില്ലെന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ അതേ ലൈവിൽ അവരുടെ ലഗേജുകൾ കൊടുത്തുവിട്ടിരിക്കുകയാണ്. ഋഷിയുടെ ഫാമിലിയുടെ ലഗേജും കൊടുത്തുവിട്ടിട്ടുണ്ട്, അൻസിബയുടെ ഫാമിലിയുടെ ലഗേജും കൊടുത്തുവിട്ടിട്ടുണ്ട്. അതായത് അവർ രണ്ടുപേരുടെ ഫാമിലീസും, അൻസിബയുടെ വീട്ടിൽ നിന്ന് വന്ന രണ്ടുപേരും ഋഷിയുടെ വീട്ടിൽ നിന്ന് വന്ന രണ്ടുപേരും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സ്റ്റേ ആണ്. നാളെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും അവർ ഇറങ്ങുന്നത്. മിക്കവാറും ഇന്നത്തെ ഡേ അവർ ഇറങ്ങിയിട്ടുണ്ടാവും. നാളെ നമുക്ക് ലൈവിൽ അത് കാണാൻ പറ്റും. ഇന്നലത്തെ സംഭവം ആണല്ലോ ഇന്ന് കാണുന്നത്. അപ്പോൾ അത് കൺഫേംഡ് ആണ്. രണ്ടുപേരുടെയും പെട്ടികൾ വന്നിട്ടുണ്ട്. നാളെ നമുക്കത് കാണാൻ പറ്റും. ഇനി ആരൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കയറിയത്, നമുക്ക് നാളെ അത് കാണാൻ പറ്റും ആരൊക്കെയാണ് കയറിയെന്നുള്ളത്. ഞാൻ അറിഞ്ഞൊരു ചെറിയൊരു വിവരം, ഞാൻ കൺഫേംഡ് പറയുന്നില്ല, ഞാൻ ഒന്നുകൂടി അറിഞ്ഞിട്ട് ഞാൻ കൺഫർമേഷൻ പറയാം. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വീട്ടുകാരാണ് കയറിയെന്നാണ് അറിയാൻ പറ്റിയത്. കൺഫേംഡ് ഞാൻ പറയുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കൺഫേംഡ് പറയാം അതാണെങ്കിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ലൈവിൽ വേറെ ഒന്നുമില്ല, ഇവരുടെ വീട്ടുകാർ ഹിന്ദികളൊക്കെ പറയാനൊക്കെ പറഞ്ഞ് തീർത്ത് ഒതുക്കി വീട്ടുകാരടുത്ത് സംസാരിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും നടക്കുന്നില്ല. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.